ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു +916. സോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവേത് ഒന്ന് ചാനൽ സബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ അടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ പ്ലസ് ആ ഒരു ഓൾ ബട്ടൺ ഇത് രണ്ടും ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടത്തുള്ളൂ. പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം മാക്സിമം വീഡിയോസ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് എത്തിയാൽ മാത്രമേ എൻ്റെ ആ ഒരു പഴയ ആർജവത്തോടു കൂടി എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എൻ്റെ ചാനൽ ഒന്ന് മുന്നോട്ട് കൊണ്ടുവന്ന് തരിക. സോ അത് ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ നമ്മുടെ ഒരാൾ ഇന്നലെ ഞാൻ ലോക്കപ്പിലായ വ്യക്തി സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്ത് വന്നിട്ട് കുറച്ച് മാസ് പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പുള്ളിക്കാരൻ അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. പുള്ളിക്കാരൻ്റെ കയ്യിൽ ഒരു തെളിവുമില്ലായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരനെ വെറുതെ വിട്ടതാണ്. പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തതല്ല. പുള്ളിക്കാരനെ ജസ്റ്റ് പോലീസുകാർ ഒരു സെൽഫി എടുക്കാൻ കൂട്ടിക്കൊണ്ട് പോയതായിരുന്നു. അങ്ങനെ സെൽഫിയൊക്കെ എടുത്തിട്ട് ഈ ഒരു നല്ല യൂട്യൂബറാണ്, ഇനി നിൻ്റെ ലീലകൾ തുടരുക എന്ന് പറഞ്ഞ് വിട്ടയച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ വിട്ടയച്ചതിൻ്റെ ഫലമായി പുള്ളിക്കാരൻ ഇപ്പോൾ പേരൊക്കെ പറയാൻ ഭയപ്പെടുന്നുണ്ട്. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്ര നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് പോലീസുകാർ വിട്ടയച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. അത് എന്തോ ആയിക്കോട്ടെ, ഞാനിപ്പോൾ വന്നത് അയാളുടെ കാര്യം പറയാനല്ല. വിവിയെക്കുറിച്ച് ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്യൂ അവേഴ്സ് എഗോ. സോ അതിൽ മെയിൻലി എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ വിവി ജാസ്മിനോടൊപ്പം ഖാദർ കരിപ്പൊടിയുടെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. വിവിയും ജാസ്മിനും മാത്രം ഒരുമിച്ച് വന്ദേ ഭാരതിലാണ് ഏതാണ്ട് പറയുന്ന കേട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഫ്സലുമായിട്ട് ജാസ്മിൻ റിലേഷൻഷിപ്പിലുള്ള ടൈമിലാണ്, അതായത് അഫ്സലിൻ്റെ കാമുകിയായിട്ട് ജാസ്മിൻ ഇരിക്കുന്ന സമയത്താണ് സ്വന്തം ഫ്രണ്ടിൻ്റെ കാമുകിയുമായിട്ട് വിവി കല്യാണത്തിന് പോകുന്നത്. അപ്പോൾ വിവി കല്യാണത്തിന് ഫ്രണ്ടിൻ്റെ കാമുകിയായിട്ട് പോകുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. പക്ഷേ വിവിയുടെ തന്നെ കൂടെ നടന്നിരുന്ന സുഹൃത്തായ ആരവ് എന്ന് പറയുന്ന വ്യക്തി, ഇപ്പോൾ ഡോക്ടറുടെ വീഡിയോസിനെ കുറിച്ച് കുറച്ച് ആ ഒരു വോമിറ്റിംഗ് വീഡിയോനൊക്കെ കുറിച്ച് കുറേ എക്സ്പ്ലനേഷൻ തരുന്ന ആ ആരവ് എന്ന് പറയുന്ന വ്യക്തി സീക്രട്ട് ഏജൻറ്റിനോട് പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന വിവിക്ക് ജാസ്മിനോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. ഈ വാക്ക് എവിടെയോ കേട്ടു അല്ലേ മുൻപ്? ഈ വിവി അല്ലേ അത് പറഞ്ഞത്? ഓർമ്മിക്കുന്നുണ്ടോ നിങ്ങൾ? അതായത് ഡോക്ടർ റോബിൻ മറ്റേ ദുബായിൽ ആ ഒരു ഗോൾഡൻ വിസയുടെ എന്താണ്ട് കാര്യത്തിന് പോയ സമയത്ത് അയ്യോ കെട്ടാൻ പോകുന്ന പെണ്ണിനെ മറന്ന് മറ്റൊരാളോട് ക്രഷ് തോന്നുന്നത് ശരിയാണോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ചോദിച്ചത് വിവിയല്ലേ? അപ്പോൾ വിവിക്ക് ഒരു കാമുകിയുണ്ട്. ആ കാമുകിയുടെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കാമുകി ഇയാളെയാണ് കെട്ടുന്നത് എന്ന് വിവി പറഞ്ഞിട്ടുണ്ട്. കെട്ടാൻ പോകുന്ന പെണ്ണിരിക്കെ ജാസ്മിനോട് ക്രഷ് തോന്നുന്നത് ശരിയായിരുന്നതോ? പിന്നെ സായി പറയുന്നത് ക്രഷ് മാത്രമല്ല രണ്ടണക്ക എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. നിൻ്റെ മനസ്സിലെ ആ ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയാണ് നീ ഇങ്ങനെ പോയത് എന്നാണ് പറയുന്നത്. അല്ല വിവി, ഞാൻ നിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിക്കുകയായിരുന്നു. ഫെയിം നേടുക, താഴെ വലിച്ച് തള്ളിയിടുക, സോഷ്യൽ മീഡിയയിൽ സൈബർ ബുള്ളിങ്, സൈബർ അറ്റാക്ക്, ഡീഗ്രേഡിങ് കിട്ടുക, പിന്നെ ഈ പറയുന്ന ഇപ്പോൾ ഇതാ പെണ്ണിൻ്റെ പുറകെ പോയി ഇന്ന് പെണ്ണ് പിടിയനെന്നൊരു പേരും കൂടി സായി വെച്ച് തന്നു. അല്ല, നീ ഇതൊക്കെ ആർക്ക് കൊടുത്തതെന്നറിയോ? നീ നിൻ്റെ ചിന്തയിൽ ഉണ്ടാക്കി മറ്റുള്ളവരുടെ, അതായത് ബുദ്ധി നിൻ്റേതും നാവ് മറ്റുള്ളവരുടേതുമായി ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തിയെ നീ എന്തെല്ലാമായി ചിത്രീകരിച്ചോ അതെല്ലാമായി നിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെ ഇപ്പോൾ ചിത്രീകരിക്കുന്നു. പിന്നെ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ നിന്നെക്കുറിച്ച് അങ്ങനെ ചിത്രീകരിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. ബിക്കോസ് ഒരാവശ്യവുമില്ലാതെ അവരെക്കുറിച്ച് അനാവശ്യങ്ങൾ ആദ്യമായി സോഷ്യൽ മീഡിയയിലിട്ട് നീയല്ലേ. അപ്പോൾ വിതച്ചതേ കൊയ്യൂ. താൻ ചെയ്യുന്ന കർമ്മഫലം താൻ അനുഭവിച്ചു തന്നെ പോയിടണം എന്നതാണ് ഇപ്പോഴത്തെ ചൊല്ല്. പണ്ടാണ് ദൈവം പിന്നെ അല്ലെങ്കിൽ നമ്മുടെ സന്തതി പരമ്പരകൾക്ക് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂലി എനിക്ക് തന്നെ കിട്ടും, നീ ചെയ്താൽ നിനക്ക് തന്നെ കിട്ടും. എന്തായാലും റോബിനെ സോഷ്യൽ മീഡിയയിൽ അലറൽ വീരനാക്കി, പെണ്ണുപിടിയനാക്കി, ഒന്നിനും കൊള്ളരുതാത്തവനാക്കി, ഫെയിമിന് വേണ്ടി എന്തും ചെയ്യുന്നവനാക്കി, കണ്ടന്റിന് വേണ്ടി എന്തും ചെയ്യുന്നവനാക്കി, ഇതെല്ലാം നീയാക്കി. ഇപ്പം നിൻ്റെ പേരിൽ നോക്ക്, ഫെയിമിന് വേണ്ടി എന്തും ചെയ്യുന്നവൻ, കൂട്ടുകാരെ തന്നെ ചതിച്ചവൻ, പിന്നെ വിശ്വസിക്കാൻ കൊള്ളാത്തവൻ, തോളിൽ കൈയിട്ട് കാത കടിക്കുന്നവൻ, എവിടെ വേണേലും ഒളിക്യാമറ വയ്ക്കുന്നവൻ,
പിന്നെ ഈ പറയുന്ന മാതിരി കണ്ടന്റിന് വേണ്ടി ഫ്രണ്ടിൻ്റെ ജീവിതം വരെ വിറ്റ് തിന്നുന്നവൻ, കണ്ടവരുടെ വോയിസ് റെക്കോർഡ് വെക്കുന്നവൻ, റോബിൻ എന്തായാലും അത് ചെയ്തിട്ടില്ല, വോയിസ് റെക്കോർഡ് വെക്കുന്നവൻ, പെണ്ണ് പിടിയൻ, എൻ്റെ ദൈവമേ നീ അങ്ങോട്ട് കൊടുത്തത് 4 5 ലേബൽ, ഇങ്ങോട്ട് കിട്ടുന്നത് തിരിച്ച് 10 12 ലേബൽ, എൻ്റെ പൊന്നു വിവി ഇടയ്ക്കെങ്ങാനും നീ എണീറ്റ് വരുവോടേ? എന്തായാലും നിൻ്റെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്ലീസ് ഇനി എക്സ്പ്ലനേഷനിൽ 4 ദിവസം കഴിയുമ്പോൾ തെളിവുമായിട്ട് വരുമെന്ന് നിൻ്റെ കൂട്ടുകാരൻ ലൈവിൽ പറയുന്ന കേട്ടോ. അങ്ങനെയെങ്കിൽ ദയവ് ചെയ്ത് എഡിറ്റഡ് അല്ലാത്ത തെളിവായിട്ട് വരണേ മോനെ, അല്ലെങ്കിൽ ഇതേ സോഷ്യൽ മീഡിയയിൽ നിൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നിന്നെ വലിച്ച് കീറി ഒട്ടിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് നോൺ എഡിറ്റഡ് വീഡിയോസോ ഓഡിയോസോ ഒക്കെ ആയിട്ട് മോൻ വാ. അല്ലാതെ എപ്പോഴും കാണിക്കും പോലെ അറ്റവും തലയും വാലും ഇല്ലാത്ത മണ്ണിരയുടെ വോയിസുമായിട്ട് വരല്ലേ മക്കളെ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. പെണ്ണ് പിടിയാ ശവി. ഓക്കെ, ബൈ ബൈ, ലവ് യു. ആർക്ക്? എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്. സൈനിങ് ഓഫ് സനു ഫ്രം +916. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്.